പുലർച്ചെ ഒരു 5 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ ഡണ്ടേലി എടുത്ത് യാത്ര പറഞ്ഞ് ഗോവയിലേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോയത് സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിലേക്കാണ്. അപ്പൊ ഭയങ്കര വെയിലായിരുന്നു കേസ്. അപ്പൊ ഞാനൊരു തൊപ്പി മേടിച്ചു, പക്ഷെ ആ തൊപ്പിക്ക് ഫുൾ ഓട്ടിയായിരുന്നു. എനിവേസ്, ഇതാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്. അപ്പൊ നമ്മൾ അവിടെ എത്തിയ ടൈമില് ചർച്ച് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ കുറച്ച് സമയം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേനും അത് ഓപ്പൺ ആയി. പിന്നെ നമ്മൾ ചോദിച്ചൊക്കെ ഒന്ന് കണ്ടു. തൊട്ടടുത്ത് വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് ഞാൻ പോയില്ല ബിക്കോസ് ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലോട്ടാണ്. ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം ഒരു സൺസെറ്റ് സമയമായിരുന്നു. അങ്ങനെ സൺസെറ്റ് എല്ലാം കണ്ടു, ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആക്ച്വലി ഈ ബാഗ ബീച്ച് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്, പക്ഷെ ഇതിന്റെ ശരിക്കും ഭംഗി കാണുന്നുണ്ടെങ്കിൽ രാത്രിയാവണം, ബിക്കോസ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. അങ്ങനെ ബാഗ ബീച്ച് തിരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമുക്ക് കാര്യമായിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല. കുറച്ചുപേര് ഷോപ്പിങ്ങിന് പോയി, കുറച്ചുപേര് ഡച്ച് ബേക്കറി പോയി, കുറച്ചുപേര് ഗോവ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി ബൈക്കൊക്കെ റെന്റിനെടുത്ത്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്തുള്ള വീക്കാണ്.